ഗൈസ് അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ എവിടേക്കാണ് പോകണതെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എവിടേക്കാണ് പോകണതെന്ന്. എന്നാലും ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. പരുന്തുംപാറ, കമ്പം, തേനി, പീരുമേട്, പിന്നെ ഏതാ തേക്കടി തുടങ്ങിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോണേ. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. വെളുപ്പിന് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 മണി 3 മണിക്ക് വണ്ടിയിൽ കയറി ഇറങ്ങിയതാണ്. അപ്പോൾ ഗൈസ് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നപ്പോൾ നേരം വെളുത്തേണേ. മഞ്ഞൊക്കെ ഇറങ്ങി വന്ന് നിൽക്കുന്ന ടൈമായിരുന്നു. ഒരു 6 മണി 7 മണി ആ ടൈമായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വെയിൽ വന്നിട്ടുണ്ട്. ഇത് മലയുടെ മണ്ടയിലായതുകൊണ്ടാണോ എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പീരുമേട്ടിലുള്ള പട്ടുമല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. പട്ടുമല പഞ്ചായത്താണാവോ? പീരുമേട്ടിലുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പള്ളിയിലൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവിടെ കയറിയതാണ് ഗൈസ്. അപ്പോൾ ഹൈറ്റിലാണ്, നല്ല ഹൈറ്റിലായിട്ടാണ് ഈ പള്ളി ഇരിക്കണേ. അപ്പോൾ അവിടെ പള്ളിയുടെ അടുത്ത് തന്നെയുള്ളൊരു ഗ്രോട്ടോ ഉണ്ടോ, ഒരു ഗുഹയുടെ ഒക്കെ ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് ഈ ഗ്രോട്ടോയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല തണവാണ്, ഒരു മലപ്രദേശമല്ലേ, അപ്പോൾ നല്ലൊരു തണവുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ആ പള്ളിയുടെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഗൈസ് ഫുള്ളും മലനിരകളും തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് ഇത്രയും മലനിരകളും പിന്നെ തേയിലത്തോട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് ഗൈസ്. എൻ്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവിടുത്തെ ആ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പതിയെ പള്ളിയുടെ അകത്ത് കയറിയാലോ? അപ്പോൾ പള്ളിയുടെ അകത്ത് വീഡിയോ എടുക്കുന്നതൊക്കെ അനുവാദമില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഫുള്ള് മരങ്ങൾ കൊണ്ടൊക്കെ നിർമ്മിച്ചൊരു പള്ളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മളിനി അടുത്തത് പോകാൻ പോകുന്നത് ഏത് സ്ഥലമാണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേക്കടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണെന്നല്ലേ, അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഗൈസ്. ഒരു പെരിയാർ ടൈഗർ റിസർവ് തേക്കടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടതിന് ശേഷം അവരുടെ അടുത്ത് അവിടെ നിന്നൊരു ടിക്കറ്റ് കൗണ്ടറാണ്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അവരുടെ ഈ വണ്ടിയുടെ ഉള്ളിൽ നമ്മളെ ആ ബോട്ടിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ട് ചെന്നാക്കും. അപ്പോൾ ഈ വണ്ടിയുടെ ഫീ നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ അടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വണ്ടിയിൽ കയറി കൊണ്ടാക്കുന്നത്. പോണ വഴിക്ക് ആനയും കടുവയും പുലിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഒന്നിനെയും കണ്ടില്ല. ഇപ്പോൾ പ്രൈവറ്റ് വണ്ടി കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവരുടെ വണ്ടിയിലാണ് പോയത്. അപ്പോൾ ഗൈസ് ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് കയറുന്ന സ്ഥലം. ആ ബസ്സിൽ കൊണ്ട് ഇവിടേക്ക് വിടും. അപ്പോൾ ഇവിടെ നിന്നൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ബോട്ടിന് കയറാൻ. സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. മറ്റേ ടിക്കറ്റ് കൗണ്ടറിൽ ബസ്സിൻ്റെയാണ് എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ടിന് കയറാനുള്ള ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടിൻ്റെ അടുത്തേക്ക് പോകണം. ടിക്കറ്റ് കാണിച്ചാൽ അവിടേക്ക് കടത്തി വിടുള്ളൂ. അപ്പോൾ ഈ ബോട്ടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ നമ്മുടെ ടിക്കറ്റിൽ ഏത് ബോട്ടാണെന്നുള്ളതിൻ്റെ ബോട്ടിൻ്റെ പേരുണ്ടാവും. ഇപ്പോൾ ജലയാത്ര എന്ന് പേരുള്ളൊരു ബോട്ടാണ് നമ്മുടെ ടിക്കറ്റിൽ എഴുതിയിരുന്നത്. അപ്പോൾ അവിടെ ആ ബോട്ടിലാണ് നമ്മൾ കയറിയത്. നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഈ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെ സീറ്റിൽ ഇരിക്കണം എന്നുള്ളത് ആ ടിക്കറ്റ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ചെന്നിരിക്കണം. അപ്പോൾ ബോട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഏറ്റവും ബാക്കിലായിരുന്നു. മുകളിലെ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ നല്ല വ്യൂ കിട്ടിയാണ്. ഇപ്പം നടുക്കായതുകൊണ്ട് ഞാൻ പെട്ടുപോയി ഗൈസ്. അപ്പോൾ ചുറ്റിനും ഇത് കാണാൻ കുറച്ച് പാടായിരുന്നു. ഈ മുകളിലത്തെ റൂഫിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ കാണാൻ പറ്റിയാണ്. അപ്പോൾ ഇത് സേഫ്റ്റിക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരാൾ നിന്നിട്ട് അവിടെ പറയാനുണ്ട്. ഇപ്പോൾ ബാക്കിലോട്ട് നമുക്ക് നടന്നും പോകാൻ പറ്റില്ല. നമുക്ക് കാണാൻ വേണ്ടി വേണമെങ്കിൽ മുകളിൽ കയറി പോകാമെന്ന് വെച്ചാൽ അതിനും അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അതേ ബാക്കിൽ കൂടെ നമ്മുടെ വേറെ ബോട്ടുകളും ഇവരുടെ തന്നെ വേറെ ബോട്ടുകളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദേ ഗൈസ് ഞാനിവിടെയാണ് നടുക്കപ്പെട്ടു പോയി ഗൈസ്. എങ്ങനെയൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ കഷ്ടപ്പെട്ടെടുക്കുകയാണ് ഗൈസ്. കണ്ട ഗൈസ് നിറച്ച ആൾക്കാരാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായി ഈ ബോട്ടിൽ. അപ്പോൾ കറക്റ്റ് സീറ്റിൻ്റെ എണ്ണത്തിനുള്ള ആൾക്കാരെ മാത്രമേ കയറ്റണുള്ളൂ. കൂടുതൽ കയറാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ് ചെയ്തത്. എഴുന്നേറ്റ് നിൽക്കാൻ സമ്മതിച്ചില്ല അവർ. അപ്പോൾ പോണ വഴിക്ക് കുറേ മരത്തിൻ്റെ കുറേ കുറ്റികളൊക്കെ ഇങ്ങനെ കുത്തിക്കണ്ടായി. അപ്പോൾ അതുമ്മ തട്ടാണ്ട് നമ്മൾ സേഫ്റ്റി ആയിട്ട് പോകണം. അവർ ഓടിക്കേണ്ടത് കറക്റ്റായിട്ട്. അപ്പോൾ പോണ വഴിക്ക് ആനയും പുലിയും നേരത്തെ പറഞ്ഞ പോലെ കടുവൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനൊന്നും കണ്ടില്ല. കുറേ പക്ഷികളും പിന്നെ കാട്ടുപന്നി, പോത്ത്, കടുവയില്ല ഈ
കാട്ടുപന്നിയും പോത്തും മാനായിരുന്നു തോന്നണേ, മാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണാൻ പറ്റി. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഒരു മണിക്കൂർ 1.5 മണിക്കൂറല്ല, ഒരു മണിക്കൂർ അരമണിക്കൂർ അങ്ങാണ്ട് ബോട്ടിൽ ഇങ്ങനെ ചുറ്റി കുറേ ദൂരം പോയിട്ട് ഇങ്ങനെ ചുറ്റി ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നേ. പോണ വഴിക്ക് കുറേ മലകളും കാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ബോട്ടിലല്ലാണ്ട് പ്രവേശനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഇറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി, ബോട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായി, ഇവരൊക്കെ ഇറങ്ങാൻ തന്നെ സമയം എടുക്കും. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി ഇതുപോലത്തെ ഒരു കോണി പോലത്തെ ഒരു സാധനം ഈ ബോട്ടുമേലേക്ക് അവിടെ നിന്ന് വെച്ചേക്കാണ്. അപ്പം നല്ല മഴക്കാരുണ്ട്, മഴ പെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഭാഗ്യത്തിന് മഴ പെയ്തില്ല. ആകാശം കണ്ട, നല്ല മഴക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഇങ്ങോട്ട് വന്ന ബസ്സിൽ തന്നെ തിരിച്ച് കയറിയാലേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അവിടെ നിന്ന് പതിയെ കുറച്ച് ദൂരമുണ്ട്, 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടെന്ന് തോന്നണേ ആ കാട് നമ്മുടെ ബസ് കയറുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അവിടേയും വരെ നമ്മൾ നടന്നു പോയിട്ട് വേണം അവിടേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കയറുന്നത്. അപ്പോൾ ഇതാണ് വീണ്ടും ഇതുപോലത്തെ ഒരു ബസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കയറുമ്പോൾ നമുക്ക് ടിക്കറ്റ് വേണ്ട, അത് ഫസ്റ്റ് ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ബസ് കയറിയ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ കുറേ വഴികളുള്ളാനും നമ്മൾ പ്രൈവറ്റ് വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടുപോകുന്നൊരു ഡൗട്ടുണ്ട്. കൊണ്ടുവരാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഈ ബസ്സിലാണ് വന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ ബസ് കയറിയ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കയറി പോയത്. അപ്പോൾ നമ്മൾ പോയ പോലത്തെ കുറേ ബസ്സുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയായിരുന്നു, ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിരുന്നു നമ്മൾ വന്നിരുന്ന ബസ് ഇട്ടിരുന്നത്. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് ഈ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കമ്പം തേനി എന്ന് പറയുന്ന അവിടെ മുന്തിരി തോപ്പുകളൊക്കെ ഇല്ലേ, മുന്തിരിയൊക്കെ ഉണ്ടായിരിക്കണ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് ദൂരമുണ്ട് അവിടേക്ക് എത്താനായിട്ട്, കുറേ വഴിയുണ്ട്. അപ്പോൾ പോണ വഴിയിൽ കുറേ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും. കണ്ട, മുകളിൽ നിന്ന് വെള്ളം ഒഴുകി. ഞാൻ ഇപ്പുറത്തെ സൈഡായതുകൊണ്ട് കറക്റ്റ് കിട്ടിയില്ല. ഇവിടെ താഴ്ത്ത് കാണാൻ പറ്റും, ഞാൻ ഈ സൈഡിലായതുകൊണ്ട് അപ്പുറത്തെ വശം കിട്ടിയില്ല കറക്റ്റ്. അപ്പോൾ ഇത് കുറേ മലനിരകൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ കമ്പം തേനിയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ വെള്ളത്തിനൊഴുക്കൊക്കെ കുറേ കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾ നേരെ താഴ്ത്ത് നോക്കിയാൽ കാണുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ മലകളൊക്കെ ഫുള്ളിനി ഇറങ്ങണം, ഇറങ്ങി എത്തുമ്പോൾ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ ഇത് താഴ്ത്ത് കണ്ട, നല്ല അത്യാവശ്യം ഹൈറ്റ് താഴ്ചയുണ്ട് ഇവിടേക്ക്. അപ്പം അത് ഹെയർ പിന്നൊക്കെ കുറേ ചുറ്റിക്കറങ്ങി വളവുകളൊക്കെ തിരിഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഗൈസ് കുറച്ച് നേരത്തെ ഉറക്കത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നമ്മൾ കമ്പം തേനി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കാലത്ത് 2 മണിക്ക് എഴുന്നേറ്റ് ബസ്സിൽ കയറിയാണ്. എന്നാലും കുറച്ച് നേരം ഉറങ്ങി, എന്നാലും വീണ്ടും ഇറങ്ങി വന്നപ്പോൾ പിന്നെ ബസ്സിൽ തന്നെയല്ലേ നമ്മളിരിക്കാൻ. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ നമ്മൾ കമ്പം തേനി എത്തി. ഇവിടെയും നല്ല മഴക്കാരുണ്ട്. അപ്പോൾ ഈ തോട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ മുന്തിരി തോട്ടങ്ങൾ. അപ്പോൾ ആ മുന്തിരിയുടെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു ബോക്സ് പോലെ അവർ വേലി കെട്ടി തിരിച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കാണ് ഈ മുന്തിരികളുടെ അടുത്തേക്ക്. അപ്പോൾ വേറെ തോട്ടത്തിലേക്കൊന്നും ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ചവിട്ടി ചീത്തയാക്കി നശിപ്പിക്കില്ല എന്ന് ഇരിക്കാൻ വേണ്ടി അവർ ഇതുപോലൊരു ബോക്സ് പോലെ ചുറ്റും വേലി കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. മുന്തിരികളൊക്കെ കണ്ട ഗൈസ്, കുറേ ആൾക്കാരുണ്ടായി. അപ്പോൾ അവിടെ തന്നെ മുന്തിരിയുടെ ജ്യൂസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ മുന്തിരി മേടിക്കാനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ മുന്തിരിയുടെ ഇത് കെട്ടിയിരിക്കുന്നത് ഹൈറ്റ് കുറവായ കാരണം എൻ്റെ തല 2-4 മുന്തിരികളുമൊക്കെ ഇടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ മഴ ഞാൻ എത്തണേക്കാളും മുൻപ് പെയ്തുകൊണ്ട് ഇവിടെ ചെളിയും വെള്ളമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറേ മുന്തിരികളുണ്ടായി ഈ അറ്റത്തൊക്കെ കിടക്കുന്ന കാണാം. പക്ഷെ അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. പിന്നെ എങ്ങനെ പോകും? അപ്പോൾ ഈ മുകളിലെ മുന്തിരികൾ മഴ പെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പം മഴവെള്ളമൊക്കെ ഈ മുന്തിരി വീണ് കിടന്നിട്ട് എൻ്റെ തലയിലുള്ള വെള്ളം മുഴുവനും വീണിറക്കിയായിരുന്നു.
തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു മുന്തിരിത്തോട്ടം കാണാം. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ അപ്പുറത്തേക്ക് നടന്നു പോയി. ഇത് കുറേ വലിയൊരു മുന്തിരിത്തോട്ടമാണ്, അവിടത്തേക്കാളും കൂടുതലുണ്ടെന്ന് തോന്നണേ. കുറേ ദൂരം ഉള്ളിലോട്ട് മുന്തിരികൾ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ മുന്തിരികളാണെന്ന് തോന്നുന്നത്, പക്ഷേ അത് അവിടത്തേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ടെന്ന് തോന്നണേ. പച്ച മുന്തിരികളാണ് ഇവിടെ കൂടുതലും ആയിട്ട് ഫസ്റ്റ് തന്നെ കാണുന്നത്. കുറേ കണ്ട പച്ച മുന്തിരികൾ ഉണ്ടായിരിക്കണ പച്ച കളറിൽ. അപ്പോൾ ഇതൊന്നും പഴുത്തിട്ടില്ല. അപ്പോൾ ഇതിന് എത്ര ദിവസമാവും എനിക്കറിയില്ല പഴുക്കാനായിട്ട്. ഇവിടെയൊക്കെ പച്ച മുന്തിരികളാണ് കിടക്കണേ. അപ്പോൾ തൊട്ടപ്പുറത്ത് പോയാൽ പഴുത്ത മുന്തിരികളും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പച്ചമുന്തിരി, പിന്നെ പഴുത്ത മുന്തിരി, പച്ചമുന്തിരി പഴുത്ത മുന്തിരി, പച്ചമുന്തിരി പഴുത്ത മുന്തിരി. അപ്പോൾ അതിന് നമ്മൾ പഴുത്ത മുന്തിരിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ മുന്തിരി അവിടത്തേക്കാളും കുറച്ചും കൂടി വലിപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. കളറൊക്കെ അവിടത്തേക്കാളും നല്ല വ്യത്യാസമില്ലേ. കണ്ട ഗൈസ്, ഒരു റെഡ് കളറ് കുറച്ചും കൂടി ഒരു ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നണില്ലേ. ഇവിടെ അവിടത്തേക്കാളും ഹൈറ്റ് കുറവിലാണുള്ളത്. അതാണ് ശരിക്കും എൻ്റെ തലയിടിച്ച് എനിക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ട്. കണ്ട ഒരു കൊലയിൽ തന്നെ നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ. പക്ഷേ നിറച്ച് ആൾക്കാരായിരുന്നു. അതാണ് ഞാൻ വേഗം അവിടെ നിന്ന് പോയി. നമ്മൾ അങ്ങനെ തിരിച്ച് വീണ്ടും ബസ്സിൽ കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വീഡിയോയിലുള്ള ഒരാളെ ശ്രദ്ധിച്ചത്. ഗൈസ്, ആ കാണുന്നത് നമ്മുടെ ജിയോ മച്ചാനല്ലേ? ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മൾ ജിയോ മച്ചാൻ ഇവിടേക്ക് വന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ജിയോ മച്ചാൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത്. ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളവിടെ ചെയ്യാൻ ആ ഫോട്ടോ കറക്റ്റായിട്ട് സൂം ചെയ്ത് കാണിച്ചേനെ. അപ്പം നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ ചെറുതായിട്ട് മഴയൊക്കെ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഈ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഇറങ്ങിയ മലകൾ ഫുള്ളും വീണ്ടും തിരിച്ച് കയറാൻ പോവാണ്. അപ്പോൾ അവിടേക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ മലയുടെ മണ്ടയിലുള്ളൊരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടമാണ്. അത് നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡായി നമ്മൾ കാണാൻ പറ്റിയില്ല, ഇപ്പുറത്തെ സൈഡായി. പിന്നെ കുറച്ച് നേരം ഉറക്കത്തിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ ഉറക്കത്തിന് ശേഷം കണ്ടുതോർക്കുമ്പോൾ ഓരോ സ്ഥലമാണ്. ഇവിടെ എന്ന് പറയുന്നത് പരുന്തുംപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, പീരമേട് പഞ്ചായത്തിലുള്ളത്. അപ്പോൾ ഈ ക്യാമറയുടെ റൈറ്റ് സൈഡിലായിട്ട് വീഡിയോ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കൈ കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം ഗൈസ്. അവിടെ ഭയങ്കര തണവും മഴയും കാരണം എൻ്റെ കൈ കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാമറയുടെ സ്റ്റെബിലിറ്റിനെ പറ്റി നമ്മൾ പൊക്കി പറയേണ്ട ഒരു കാര്യം തന്നെ. ക്യാമറ വീഡിയോ കുലുങ്ങണില്ല, നമ്മുടെ കൈ ഇത്രയും കിടന്ന് വിറച്ചിട്ടു. നല്ല മഴയായിരുന്നു അവിടെ ഇറങ്ങിയപ്പോൾ. മഴയില്ലായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കൊരു സൂസൈഡ് പോയിൻ്റൊക്കെ പോലെ നല്ലൊരു വലിയൊരു കൊക്ക കാണാൻ പറ്റും. കണ്ട ഗൈസ്, ഇവിടെ കുടയും ചൂടിയാണ് നിൽക്കണേ. ഭയങ്കര മഴ കാരണം നമുക്ക് തണവുമുണ്ട് ഭയങ്കര. പുറത്തിറങ്ങി നിൽക്കാനും പറ്റില്ല. അതാണ് കുറേ പേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുടയും കൊണ്ട് ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ മഴയത്ത് നമ്മുടെ ക്യാമറ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് പിന്നെ നനയുന്നൊരു പേടിയും വേണ്ട. അപ്പോൾ ഗൈസ്, അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇവിടെ ഫുള്ള് മഴയാണ്. അയ്യോ, നനത്തിട്ട് പാടില്ല. അയ്യോ ഗൈസ്, തീരെ പോലെ മൊളി പോണ്ട. ഇവിടെ മലയുടെ ബണ്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതോടുകൂടി ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഗൈസ്, ഫുള്ള് മഴയാണ്. എൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഫുൾ മഴയില്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. കണ്ടോ ഗൈസ്, ഈ കടയുടെ മുകളിൽ എന്താ കല്ലൊക്കെ കാറ്റടിച്ച് പറന്നുകൊണ്ടിരിക്കാനായിരിക്കും. ടോയ് ബസ് പോലെ ഉണ്ടല്ലേ കണ്ടിട്ട്. എന്തായാലും നല്ല മഴയാണ്. ഗുണക്കേവൊക്കെ പോലെ അല്ലേ ഉണ്ടല്ലേ? ഉണ്ടാവുമായിരിക്കും. എന്തായാലും മഴയില്ലായിരുന്നേ കൊള്ളാമായിരുന്നു അല്ലേ? പറയൂ ഗൈസ്,
നിങ്ങൾ പറയൂ. അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് തോന്നണല്ലോ. കാണുമെങ്കിൽ ഗൈസ് കാണുന്നുണ്ടോ? നിങ്ങളാ അരുവി കാണുന്നുണ്ടോ? നിങ്ങളെന്തെങ്കിലും കാണുന്നുണ്ടോ? കാലൊക്കെ ഫുള്ള് ചെളി. മോളിക്ക് ബസ് പോകണ്ടാവോ? ഇതാണ് പരുന്തുംപാറ ഗൈസ്. പരുന്തുംപാറയാണെന്ന് തോന്നുന്നു അല്ലേ? ആയിരിക്കും ഗൈസ്. ഞാനിപ്പോൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. മഴ കാരണം ഇത്ര വിസിബിലിറ്റി ഇല്ല. അവിടെയൊക്കെ വലിയ പാറയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതോടുകൂടി ഈ വീഡിയോ എൻ്റെ ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്. വേറെ വീഡിയോസും കാണാം.